നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ ഒരു ടാരറ്റ് വായന നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 3-4 പ്രാവശ്യം വിശ്വാസത്തോടെ തുടർച്ചയായി കേൾക്കുക. തീർച്ചയായും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു ചിന്തയോടുകൂടി, മനഃശുദ്ധിയോടുകൂടി, പൂർണ്ണ മനസ്സോടെ, യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഈ ഒരു വായന വിശ്വാസത്തോടെ 3-4 പ്രാവശ്യം തുടർച്ചയായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. വായനയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഇത് ഒരു പൊള്ളയായിട്ടുള്ള കാര്യമല്ല. വളരെയധികം വിശ്വാസത്തോടുകൂടി കണ്ടവർക്ക് റിയൂണിയൻ പോസിബിൾ ആയിട്ടുണ്ട്. അവർ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരം, ആവശ്യപ്രകാരം കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനനുസരിച്ച് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വായന കാണാൻ ശ്രമിക്കുക. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങളെ ഒരു ദേവിയായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമായിട്ടും ഭാഗ്യവതിയായിട്ടുമാണ് ഈ വ്യക്തി കാണുന്നത്. ചിലപ്പോൾ ആദ്യമൊക്കെ കണ്ടിരുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിലായ സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹമോ പരിചരണയോ കെയറിങ്ങോ ഒന്നും ഈ വ്യക്തി ഉണ്ടാവില്ലായിരിക്കാം. നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, കാമുകി കാമുകന്മാരായിക്കോട്ടെ, വിവാഹേതര ബന്ധങ്ങളായിക്കോട്ടെ, ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതെ ഈ വ്യക്തി ഒഴിഞ്ഞു മാറിയിരുന്ന സാഹചര്യങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്കിവിടെ അധികമായി കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്ന ധാരാളം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ര ശുഭകരമല്ലാത്ത, സന്തോഷകരമല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഭൂതകാലം, അതായത് പൂർവ്വകാലം നോക്കുകയാണെങ്കിൽ വളരെയധികം മോശപ്പെട്ട ഒരു സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ നിരന്തരമായി കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരു കാര്യത്തെ പൂർണ്ണമായി മനസ്സിലേക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ഈ വ്യക്തി മടി കാണിച്ചിരുന്നു. ഈ വ്യക്തിയുടെ പുറകെ അല്ലെങ്കിൽ പിന്നാലെ ഒരുപാട് സ്നേഹാഭ്യർത്ഥനകൾ വരുന്നുണ്ട്. ഈ വ്യക്തി നല്ല പണമുള്ള വ്യക്തിയായിരിക്കാം, സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം, പ്രതാപശാലിയായിരിക്കാം, കഴിവുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്കുണ്ട്. ഈ ഒരു പ്രപഞ്ചശക്തി ഈ വ്യക്തിക്ക് കനിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കൂട്ടം നല്ല ഗുണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഈ വ്യക്തിയുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അതിനെ കടിഞ്ഞാണിട്ടുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയുടെ പൂർവ്വകാല സ്മരണകൾ,
അത് മോശപ്പെട്ട രീതിയിലാണ് സംഭവിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മോശപ്പെട്ട, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ചിലപ്പോൾ മാതൃസ്നേഹം ലഭിക്കാത്ത കുട്ടിക്കാലമായിരിക്കാം, അച്ഛനില്ലാതെ വളർന്ന ഒരു കുട്ടിയായിരിക്കാം, സാമ്പത്തിക തകർച്ചകൾ, മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകൾ, ഡിപ്രഷൻ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ, കഴിവ് തെളിയിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥ, പലതരത്തിലുള്ള കൂടോത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, കൈവിഷബാധ, അത്തരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങളുടെ സാന്നിധ്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യക്തിക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ടോ പ്രൊട്ടക്ഷനോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ വ്യക്തിയുടെ ഭൂതകാലം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ചിലപ്പോൾ ഈ വ്യക്തി ഒരു ഡിവോഴ്സി ആയിരിക്കാം, ആദ്യം ഒരു കല്യാണം കഴിച്ചു, അത് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സിംഗിൾ പാരന്റ് ആയിരിക്കാം, ഭർത്താവോ ഭാര്യയോ ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തി സിംഗിൾ ആണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഭൂതകാലം അത്ര നല്ലതല്ലാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. മറ്റാരെങ്കിലും ഈ വ്യക്തിയെ പ്രണയം നടിച്ച് ചതിച്ചിട്ടുണ്ടാകാം. കാരണം കൂടുതലും നമുക്ക് മൂർച്ചയേറിയ വാളുകളുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കാളി വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നടന്നപ്പോൾ യാദൃശ്ചികമായി നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ വ്യക്തി ഒരുപാട് സ്വപ്നം കാണുകയും പക്ഷേ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ച് ഈ വ്യക്തിയുടെ വികാരങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് എതിർപ്പുകൾ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ റിലേറ്റീവ്സിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആയിരിക്കാം. എന്തോ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത, നമ്മളെ വേണ്ടത്ര പ്രോത്സാഹനം തരാത്ത തരത്തിലുള്ള വ്യക്തികൾ ഇതിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നതായി കാണിക്കുന്നു. അത് ഈ വ്യക്തിയെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുകയും ദുഃഖത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഈ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് വന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടോ നിങ്ങളിൽ നിന്നും ഇപ്പോൾ വേർപെട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് ഒരുപാട് കല്യാണാലോചനകൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് സ്നേഹത്തിന്റെ പാനപാത്രം വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ വ്യക്തി സ്വീകരിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ സന്യാസയോഗം അവസാനിക്കാറായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടാരറ്റ് കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഇതൊരു പരീക്ഷണ കാലഘട്ടമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പ്രപഞ്ചശക്തിയിൽ, ആ ഒരു യൂണിവേഴ്സൽ പവറിൽ, ട്രൂത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ധാരാളം പ്രാർത്ഥനകളും മെഡിറ്റേഷനും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്കൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണാനായി സാധിക്കുന്നുണ്ട്. കുറച്ച് മനുഷ്യരിൽ പൂർവജന്മ ബന്ധമായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ പഴയ ഊർജം വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വരട്ടെ. പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് രണ്ടാമത്തെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുക. ഈ വ്യക്തി അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേണ്ടാത്ത വ്യക്തികളെ ഈ ഒരു പേഴ്സൺ അനാവശ്യമായി സഹായിച്ച് അവരിൽ നിന്നും മോശപ്പെട്ട തരത്തിലുള്ള അനുഭവം ഉണ്ടായതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു അനാവശ്യമായി അന്ധമായി വിശ്വസിച്ച ആ വ്യക്തികളായിരിക്കണം ഒരു പരിധിവരെ നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവരുടെ എന്തോ ഒരു ദുരുദ്ദേശമുണ്ടായിരുന്നു. ഈ വ്യക്തിയെ കൊണ്ട് അത് സാധിച്ചെടുക്കണമായിരുന്നു. അതവർ സാധിച്ചു. അവർ ദൂരേക്ക് നടന്നു നീങ്ങി. അപ്പോഴും ഒറ്റപ്പെട്ടത് നിങ്ങളുടെ വ്യക്തി മാത്രമാണ്.
ഈ വ്യക്തി എവിടേക്കോ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയായിട്ട് അടുപ്പത്തിലാകണം എന്ന് വിചാരിച്ചാൽ പോലും ഈ വ്യക്തി നല്ല രീതിയിൽ അകലം പാലിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ വ്യക്തി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർത്ത് വളരെയധികം ദുഃഖിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും പൂർവാധികം ശക്തിയോടുകൂടി ഈ വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. ഈ വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അനാവശ്യമായി ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഉറക്കമില്ലാത്തത് കൊണ്ടോ ആയിരിക്കണം. നിങ്ങൾക്കും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും സാരമാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സ്ട്രെങ്ത് കാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ എത്രത്തോളം അകലത്തിലേക്ക് പോയാലും വീണ്ടും വലിച്ചടുപ്പിക്കുന്ന ഒരു പ്രത്യേക തരം കാന്തിക പ്രവാഹം നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് എപ്പോഴും കുതിച്ചുയർന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല. കുറച്ച് കാലഘട്ടത്തേക്ക് ഈ വ്യക്തി ഒന്ന് മാറി നിന്നിട്ടുണ്ടാകാം. അത് സാഹചര്യം മാത്രമാണ് അങ്ങനെ ആക്കി തീർത്തത്. ഒരിക്കലും ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല, സാഹചര്യമായിരുന്നു ഈ വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്തത്. അതുകൊണ്ട് നിങ്ങളാണെങ്കിലും മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ദേഷ്യമോ അല്ലെങ്കിൽ പരാതിയോ വെക്കേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനാണ്, കുതിച്ചുയരുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് സ്ട്രെങ്ത് കാർഡും ലഭിച്ചിട്ടുണ്ട്. വശ്യസംബന്ധമായിട്ടുള്ള അത് ഒരു തരത്തിലും നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു വശ്യസംബന്ധമായിട്ടുള്ള ആകർഷണ നിയമം ഇവിടെ പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ രണ്ട് പേര് പോലും അറിയാതെ ഇവിടെ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മറ്റൊരാളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതൊരു പരീക്ഷണ ഘട്ടമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് മനസ്സുകൊണ്ട് ഏറ്റെടുക്കുക. ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. ഇതൊരു 3-4 പ്രാവശ്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിരന്തരമായി കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തോടെ ഈ ഒരു വായന തീരുകയാണ്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വായനയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.